എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നാളെ നമ്മൾ കാണാനായിട്ട് പോന്നെ നവ്യ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അനാമിക വരുന്നേ. അവൾ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, ഇവളെ കൊട്ടൊരു പണി കൊടുക്കണം, ഇവളെ ഒന്ന് കളിയാക്കി വിട്ടാലോ എന്ന് കരുതി അനാമിക അങ്ങോട്ട് വരുന്നുണ്ട്. മൂർഖം പാമ്പനെയാ ചവിട്ടാൻ പോകുന്നുള്ള കാര്യം അനാമികയ്ക്ക് അറിയത്തില്ല. പിന്നീട് അനാമിക വന്നിട്ട് നവ്യോട് പറഞ്ഞു, ഇവിടെ വന്നിരിക്കുവാണോ? ഓ, സങ്കടപ്പെട്ടിരിക്കുമായിരിക്കും അല്ലേ? എന്ത് ചെയ്യാനാന്ന് പറ. എന്റെ അമ്മായിമ്മ എനിക്ക് എല്ലാ ഫുഡും ഉണ്ടാക്കി തരുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ, നിന്റെ അമ്മായിമ്മ നിനക്കൊന്നും ഉണ്ടാക്കി തരുന്നില്ല അല്ലേന്ന് ചോദിക്കുകയാണ്. ഇതേ നിന്റെ വീട്ടുകാർക്ക് പോലും വേണ്ട, അല്ലെങ്കിൽ ഇത് ഈ സമയത്ത് നിന്റെ വീട്ടിലേക്ക് നിന്നെ വിളിച്ചോണ്ട് പോവില്ലായിരുന്നോ? നിനക്ക് പോകാനായിട്ട് വീടും കൂടും ഒന്നും ഇല്ലാത്തോണ്ടല്ലേ നീ ഇവിടെ കിടക്കണേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ നബി പറഞ്ഞു, ആര് പറഞ്ഞു എനിക്ക് വീടും കൂടും ഇല്ലെന്ന്? എനിക്ക് നല്ല ഒന്നാം തന്നെ ഒരു വീടുണ്ടെന്ന് പറയാ. എന്നിട്ട് നീ എന്താ പോവാത്തെ? നിന്റെ വീട്ടിൽ പോവാണെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ നിന്റെ വീട്ടുകാരുണ്ടാക്കി തരില്ലായിരുന്നു ചോദിക്കുക. അതെ, ഇപ്പൊ എനിക്ക് എന്റെ വീട്ടിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഇവിടുന്ന് എന്റെ ആവശ്യത്തിന് ഇഷ്ടാനുസരണമുള്ള ഫുഡൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറയാം. പിന്നെ നിന്റെ അനിയത്തി ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാക്കി തരുമായിരുന്നു. പക്ഷെ ഇപ്പൊ നിനക്ക് ആരുടെയും ഉണ്ടാക്കി തരാതിരിക്കുന്നത്? നിന്റെ അമ്മായിമ്മ ഉണ്ടാക്കി തരുവോ? അതെ, നിന്നെ അവർക്ക് കണ്ണെടുത്താൽ കാണത്തില്ല. നിന്റെ ഭർത്താവിന് പോലും. നിന്റെ ഭർത്താവ് പറയണ എന്താണെന്നറിയാവോ? നിന്റെ വയറ്റി വളരുന്ന കുഞ്ഞ് അവന്റേതല്ലെന്ന്. പിന്നെ ഞാൻ കൂടുതൽ പറയണമെന്ന് ചോദിക്കും. ഇത് കേട്ടോ നവ്യ പറഞ്ഞു, ഇതേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ നിന്റെ കർണം പോയിച്ച് ഞാൻ തരൂന്ന് പറയണം. എന്റെ കർണം പോയിച്ചിട്ട് കാര്യമില്ല, നിന്റെ അമ്മായിമ്മയുടെ നിന്റെ ഭർത്താവിന്റെയും കർണം പോയി പോയിക്കാൻ പറയണം. ഈ സമയം നവ്യ പറഞ്ഞു, എനിക്കുള്ളതൊക്കെ ഇവിടെ ഉണ്ടാക്കി തരുമെന്ന് നീ കണ്ടോളാൻ പറയണം. പിന്നെ ഇപ്പൊ ഉണ്ടാക്കി തരും, അങ്ങ് ചെന്ന് കൊടുത്താലും മതി എന്ന് പറഞ്ഞിട്ട് നവ്യനെ കളിയാക്കുവാണ് അനാമിക. പിന്നീട് നവ്യ അകത്തേക്ക് അങ്ങോട്ട് കയറിച്ചില്ല. അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേനുമാണ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് വരുന്നേ. പിന്നീട് നവ്യോട് ചെന്ത് വെച്ച് മോളേന്ന് ചോദിക്കാം. അത് പിന്നെ മുത്തശ്ശി, ഞാൻ വീട്ടിൽ പോയി കുറെ ദിവസം നിന്നോട്ടേന്ന് ചോദിക്കും. എന്ത് പറ്റി ഇപ്പം? അത് പിന്നെ എനിക്കിവിടെ ആണെങ്കിൽ ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊന്നും ഉണ്ടാക്കി തന്നെ ആരുമില്ല. നായനെ വീട്ടിലേക്ക് പോയില്ലേന്ന് ചോദിക്കാം. അതാണ് കാര്യം. അതൊരു മോൾ എന്തിനാ പോണേ? ദേ ജലജയോട് പറഞ്ഞ അവൾ ഉണ്ടാക്കി തരില്ലേന്ന് ചോദിക്കാം. ഇല്ല, ഉണ്ടാക്കി തരുമെന്ന് എനിക്ക് തോന്നില്ല. ഞാൻ പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല. ദേ അനാമയ്ക്ക് വരെ ഇവിടെ ഇഷ്ടമുള്ള ഫുഡ് ഇളയമ്മ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ പ്രഗ്നന്റ് ആയിട്ട് പോലും എന്റെ കാര്യങ്ങളൊന്നും നോക്കാൻ ആരുമില്ല. നായനെ പോയതോട് കൂടിയിട്ട് ദേ എന്റെ കാര്യം ഒരു പരിങ്ങലിലായെന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ മുത്തശ്ശൻ പറഞ്ഞേ, മോളെ അങ്ങനെ പോയിട്ട് കാര്യമില്ലോ, നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ജലജയോട് ഉണ്ടാക്കി തരാൻ പറയാന്ന് പറയാ. മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ, മോൾക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, അവൾ ഉണ്ടാക്കി തന്നോളൂ എന്ന് പറയാ. ഞങ്ങൾ അവളോട് പറയാന്ന് പറയണേ. അപ്പോഴേക്കുമാണ് ജലജ അങ്ങോട്ട് വരുന്നത്. ജലജയെ കണ്ടു കഴിഞ്ഞപ്പം മുത്തശ്ശി പറഞ്ഞു, അതെ നവ്യ മോൾക്ക് എന്താന്ന് വെച്ചാ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയാ. അതിന് ഞാനെന്തുണ്ടാക്കി കൊടുക്കാനാ? അല്ല, നിന്റെ മകന്റെ കുഞ്ഞല്ലേ വയറ്റി കിടക്കുന്നേ, അപ്പൊ അതിനെ നോക്കേണ്ട കടമ നിനക്കില്ലേന്ന് ചോദിക്കും. പിന്നെ ഞാൻ അങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് ഇഷ്ടപ്പെടത്തില്ലെന്ന് പറയാ. നിന്നോട് ആര് പറഞ്ഞു? ഇവളുടെ അനിയത്തി ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ ആകുമേ. അതിപ്പോ ഇവളുടെ അനിയത്തി ഇവിടെ ഇല്ലല്ലോ, നയനമോൾ ഇവിടെയോ ഇല്ലല്ലോ, വന്ന് കഴിയുമ്പത്തോടെ ഉണ്ടാക്കി കൊടുത്തോളും. അതുവരെ നവ്യമോളുടെ കാര്യങ്ങളെല്ലാം നീ വേണം നോക്കാനെന്ന് പറയാം. ജലജ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ല, എന്റെ കാര്യം തന്നെ പരിങ്ങല്ല, ഇത് അടുക്കള കിടന്ന് കഷ്ടപ്പെടാനായിട്ട്. ഓഹോ, അത് വലിയ കഷ്ടപ്പാടാണോ? അപ്പൊ ഇത്രയും കാലം നയനി ഇവിടെ കിടന്ന് അടുക്കള കയറി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് നിനക്കൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. എല്ലാരും കൂടെ ഒരുങ്ങിയ ഡൈനിങ് റൂമിലേക്ക് വന്ന് ഇരിക്കത്തോണ്ടായിരുന്നല്ലോ. 100 കുറ്റം പറയും ഫുഡിന്. എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റിയെന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ജലജ പറഞ്ഞു, അത് പിന്നെ അമ്മേ, എന്നെ കൊണ്ട് തന്നെ ഇതൊന്നും പറ്റില്ല എന്ന് പറയണം. മുത്തശ്ശൻ പറഞ്ഞു, പറ്റണം, നിന്റെ മകന്റെ കുഞ്ഞാ. ദേ നിന്റെ പേരക്കുഞ്ഞാ വയറ്റി കിടക്കണേ, അറിയാലോ. അതുകൊണ്ട് നീ അതിനെ നോക്കേണ്ട കടമ നിനക്കുണ്ട്. ഒരു കുറവും ഒന്നിനും വരുത്തില്ല. നവ്യക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. പിന്നീട് നവ്യോട് പറഞ്ഞു, മോൾക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ പറയണം. നവ്യ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ അങ്ങോട്ട് പറയണം. ജലജയ്ക്ക് ഭ്രാന്തളകിപ്പോയി, എന്ത് ചെയ്യണമെന്നറിയില്ല. പിന്നീട് നവ്യ അങ്ങോട്ട് പോവാണ്. ആ സമയം ജലജ മനസ്സിൽ കരുതി, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, അവളുടെ വയറ്റിൽ കിടക്കുന്ന വൃത്തികെട്ട സന്തതിനെ എത്രയും പെട്ടെന്ന് എന്നെ പുറത്തിയാടിക്കണം. അതങ്ങനെ ചാടിപ്പോയാലേ തനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. തനിക്ക് സ്വസ്ഥത കിട്ടണമെങ്കിൽ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോകണം. അങ്ങനെയൊക്കെ വിചാരിച്ച് നേരെ അടുക്കളയിലേക്ക് എല്ലുവാണ്. എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും ജലജയ്ക്ക് അറിയത്തില്ല. പിന്നീട് ജലജ ഫുഡ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുവാണ്. പറയാതിരിക്കാൻ പറ്റില്ല, ഇവള് കാരണം മനുഷ്യന് ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയാ. അവളുടെ കയ്യിൽ ഒരു വീഡിയോയും കൂടെ ഉണ്ട്. അതെങ്ങാനും അച്ഛനും അമ്മേനും കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആദ്യം വീട്ടിൽ നിന്ന് അടിച്ചിറക്കും. അതോടൊപ്പം തന്നെ അഭിയേയും പുറത്താക്കും. ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? ഉണ്ടാക്കി കൊടുത്തിട്ട് തന്നെ കാര്യം. അങ്ങനെ പ്രാഗി നേർന്ന് ജലജ ഫുഡ് ഉണ്ടാക്കുവാണ്. ആ സമയം നയനെ ആദർശ് വിളിക്കുവാണ്. വിളിച്ചിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട്, കുഴപ്പമില്ല ഉണ്ടോന്ന് ചോദിക്കുക. എനിക്കൊരു കുഴപ്പമില്ല ആദർശേട്ടാന്ന് പറയാം. അവിടെ അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മ സുഖമായിട്ട് വരുന്ന പറയണം.
അമ്മയുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കണം എന്ന് പറയാം. അതൊക്കെ ഞാൻ ഏറ്റു. നിനക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ പറയണം കേട്ടോ എന്ന് പറയാം. ഇനി എന്തേലും വേണമെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ മതി, ഞാൻ എത്തിച്ചേരാന്ന് പറയണം. അതിൻ്റെ ഒന്നും കാര്യമില്ല ആദർശേട്ടാ, എൻ്റെ കാര്യങ്ങളൊക്കെ ഇതേ ഇവിടെ നോക്കാനായിട്ട് അച്ഛനും അമ്മയും നന്ദുവൊക്കെ മത്സരിക്കുക, ഒന്നിനും ഒരു കുറവില്ല എന്ന് പറയാം. അതെനിക്കറിയാം. അവിടെ ആണെങ്കിൽ പിന്നെ നീ സന്തോഷവതിയായിരിക്കും എനിക്കറിയാം. ഒരു കണക്കിന് നല്ല കാര്യമായി നിന്നെ വീട്ടിലേക്ക് കൊണ്ടാകത്തെ. കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് എല്ലാം ശരിയായിട്ട് നീ വീട്ടിലേക്ക് വന്നാൽ മതി എന്ന് പറയാം. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അത് ശരിയാ, പക്ഷെ ഒരു കാര്യമുണ്ട്, വീട്ടിലത്തെ അവസ്ഥ ഓർത്തിട്ട് എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആരാ ഉള്ളേ? അതൊന്നും ഓർത്ത് നീ എന്തിനാ വിഷമിക്കണേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. അതൊക്കെ വേണ്ട രീതിയിൽ അവരൊക്കെ ചെയ്തോളൂ. ഇപ്പൊ നീ ഇല്ലെന്ന് കരുതിയിട്ട് അവര് ഫുഡ് കഴിക്കാതിരിക്കുന്നല്ലോ. കഴിക്കട്ടെ, വെച്ചുണ്ടായി കഴിക്കട്ടെ എന്ന് പറയാണ്. നിന്റെ വില ഇനിയെങ്കിലും അവർ മനസ്സിലാക്കട്ടെ എന്ന് പറയാം. എനിക്ക് നവ്യേച്ചിയുടെ കാര്യം ഓർത്തിട്ടാ വിഷമം. ഞാനുണ്ടായിരുന്ന സമയത്ത് നവ്യേച്ചിക്ക് ഇഷ്ടമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഇത് കേട്ടപ്പോ അവൻ പറഞ്ഞു, ആദർശ് പറഞ്ഞു, അതെ അതിനിപ്പം വേണമെങ്കിൽ അപ്പച്ചി നോക്കിക്കോളൂ. അപ്പച്ചിയുടെ കുഞ്ഞല്ലേ, അപ്പച്ചിയുടെ മകന്റെ കുഞ്ഞല്ലേ വയറ്റി കിടക്കുന്നേ, അപ്പൊ പിന്നെ നോക്കേണ്ട കടമ അവർക്കല്ലേന്ന് ചോദിക്കും. അതൊക്കെ ശരിയാ ആദർശേട്ടാ, പക്ഷെ അറിയാലോ, അബിയാണെങ്കിലും ഈ പറയുന്ന അപ്പച്ചിയാണെങ്കിലും ഇതുവരെയായിട്ട് എന്റെ ചേച്ചിനെ മരുമകളായിട്ട് അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. എന്റെ അവസ്ഥ തന്നെയല്ലേ ചേച്ചിക്കെന്ന് ചോദിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയാ, ഞാൻ ഇല്ലാത്തോണ്ട് അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. ഇപ്പൊ നീ അവിടെ സന്തോഷത്തോടെ ഇരിക്കാൻ പറയാണ്. പിന്നീട് ഫുഡ് ഉണ്ടാക്കി ജലജ കൊണ്ട് ഡൈനിങ് ടേബിളിൽ വെക്കുവാണ്. ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് നവിയോട് പോയി വിളിച്ചു പറഞ്ഞു, അതെ വന്ന് ഫുഡ് എടുത്ത് കഴിക്കാൻ പറയണം. അങ്ങനെ നവ്യ ഡൈനിങ് ടേബിളിലേക്ക് വരുവാണ്. ഡൈനിങ് ടേബിളിലേക്ക് വന്നിട്ട് ഫുഡ് വിളമ്പി കഴിക്കാണ്ട് അങ്ങ് തുടങ്ങുവാണ്. അപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് വലിയ ആളും കളിച്ച് അനാമയും അങ്ങോട്ട് വരുന്നത്. അനാമയും കൂടെ വന്നിരുന്നു. അങ്ങോട്ട് ഫുഡ് വിളമ്പിയാൽ കഴിക്കാൻ തുടങ്ങണം. അനാമയുടെ വിചാരം എന്താ, ഇതെല്ലാം തനിക്ക് വേണ്ടിയിട്ട് തന്റെ അമ്മായിമ്മ ഉണ്ടാക്കിയതെന്ന് കരുതിയിട്ട് വിളമ്പിയാണ്ട് കഴിക്കാൻ തുടങ്ങുമ്പോൾ നവ്യ പറഞ്ഞു, ആഹാ കൊള്ളാലോ, വന്നിരുന്നിട്ട് പ്ലേറ്റ് എടുത്തും കഴിക്കാൻ തുടങ്ങല്ല. നിനക്ക് നാണം ഉണ്ടോ അനാമയെ നിൽക്കുക? എന്തിന്? അതെ ഈ ഫുഡ് ഉണ്ടാക്കിയത് ആരാന്നറിയോ? ഇത് എന്റെ അമ്മായിമ്മ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാന്ന് പറയണം. പിന്നെ ഇത്തിരി നേരം ഇതേ എന്റെ അമ്മായിമ്മ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതോ? ഒരു കാര്യം ചെയ്യാം, നീ ചെന്ന് വിളിച്ചു ചോദിച്ചു നോക്കുക നിന്റെ അമ്മായിമ്മയുടെ, അവരാണ് ഈ ഫുഡ് ഉണ്ടാക്കിയെന്ന് ചോദിക്കുക. ഈ കറികളൊക്കെ ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് എന്റെ അമ്മായിമ്മ ഉണ്ടാക്കിയതാ. നിനക്ക് നാണമില്ല അതൊന്നിരുന്ന് കഴിക്കാനെന്ന് ചോദിക്കുക. ഒരു നിമിഷം അനാമിക ഒന്ന് ഞെട്ടി. അനാമിക ഒട്ടും പ്രതീക്ഷ കാര്യമായിരുന്നില്ല. അപ്പോഴേക്കും ജാനകി അങ്ങോട്ട് വന്നു. ജാനകിയോട് അനാമി ചോദിച്ചു, അമ്മേ ഈ കറി ഉണ്ടാക്കിയത് ആരാന്ന് ചോദിക്കുക. അത് ഞാനല്ല, ജലജയാന്ന് പറയാം. അതോടുകൂടി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എടുത്ത് ഫുഡ് കഴിക്കാനും പറ്റില്ല, കഴിക്കാതിരിക്കാനും പറ്റാത്ത അവസ്ഥ. നബി പറഞ്ഞു, ഒരു തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു, കഴിച്ചോ, എന്നെ വലിയ കുറ്റം പറഞ്ഞല്ലേ. എന്റെ കാര്യങ്ങളൊന്നും എന്റെ അമ്മായിമ്മ നോക്കുന്നില്ലെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്റെ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്കും വെടുപ്പിനും എന്റെ അമ്മായിമ്മ നോക്കുന്നുണ്ട്. നീ എന്താ പറഞ്ഞത്? ഇത് കേട്ടതും അവിടെ ഇരിക്കാൻ പോലും തോന്നിയില്ല അനാമയ്ക്ക് ചാടത്തുള്ളി അങ്ങോട്ട് എഴുന്നേറ്റ് പോകണം. അവൾ ഒറ്റ എഴുത്തി ഫുഡ് കഴിക്കാൻ ചെന്ന് കഴിയുമ്പോൾ തന്നെ നാണം കെടുത്തി. ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല, അവൾക്കൊട്ടൊരു പണി കൊടുക്കണമല്ലോ, അവളുടെ അഹങ്കാരം തീർത്തു കൊടുക്കണം. അങ്ങനെ ചില കണക്കൂട്ടലുകളൊക്കെ മനസ്സ് നടത്തുവാണ്. പിന്നീട് നേരെ എന്ന് രേവതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ രേവതിയുടെ ഫോണിലേക്ക് വിളിച്ചു കഴിയുമ്പോഴത്തേന് രേവതി കോൾ എടുത്തു. എന്താ മോളെ? പറയാണ്. എന്റെ അമ്മേ എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഇവിടെ നിൽക്കാനെന്ന് പറയാം. എന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ? ഓ അവളുണ്ടല്ലോ ആ നവ്യ കാരണം എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നുന്നെന്ന് പറയാം. എന്താ മോളെ പെട്ടെന്ന് അങ്ങനെ തോന്നാനായിട്ട്? അവളുണ്ടല്ലോ എന്നെ ഇൻസൾട്ട് ചെയ്യുവാന്ന് പറയണം. ഫുഡ് കഴിക്കുക ഇരുന്നപ്പോ പോലും ഇൻസൾട്ട് ചെയ്യുക. അതിനെ മോനെ ഇൻസൾട്ട് ചെയ്തേ? അവളുടെ അമ്മായിമ്മ ഉണ്ടാക്കി വെച്ച ഫുഡാണ് അവൾക്ക് വേണ്ടിയിട്ട്, അതുകൊണ്ട് ഞാൻ എടുത്ത് കഴിച്ചെന്നും പറഞ്ഞോണ്ട്. എന്റെ മോളെ നിനക്ക് രണ്ടെണ്ണം കൂടെ പറയാൻ മേലായിരുന്നോ? അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡിന്റെ പേരൊക്കെ നിന്റെ അമ്മായിമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുണ്ടാക്കി തരില്ലെന്ന് ചോദിക്കാം. ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാൻ പോയില്ലമ്മേ, അതുകൊണ്ട്. ആഹാ അങ്ങനെ നീ പറയാതിരിക്കരുത്, നിനക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പറയണമെന്ന് പറയാം. ആ നയന ഉണ്ടായിരുന്ന സമയത്ത് എന്തേലും വായിക്ക് രുചിയായിട്ട് കഴിക്കായിരുന്നു. ഈ പറയുന്ന എന്റെ അമ്മായിമ്മയ്ക്ക് അങ്ങനെയൊന്നും ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല, വലിയ ടേസ്റ്റോട് കൂടി ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന് പറയാം. പിന്നെ അമ്മ ഉണ്ടാക്കുന്നേക്കാളും ഭേദമാണെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, അതെ അതെ ഇനിയിപ്പൊ നീ എന്നെ കുറ്റം പറഞ്ഞോളാൻ പറയാണ്. അതെ മോളെ വേറെ നിനക്ക് കുഴപ്പമൊന്നുമില്ല അവിടെ ഇല്ലേ? എനിക്കിവിടെ വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ അവളുടെ വയറ്റി കിട കുഞ്ഞിനെ ഇല്ലാതാക്കി അവൾ എങ്ങനെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാന്ന് ആലോചിച്ചോണ്ടിരിക്കുമെന്ന് പറയണം. അങ്ങനെയാണോ? എങ്കിൽ ഞാനൊരു മാർഗം പറഞ്ഞു തരാന്ന് പറയണേ. എന്ത്? മോളൊരു കാര്യം ചെയ്താൽ മതി, അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് അവളൊരു വീഴ്ച വീഴാൻ പോരെ, അതോടുകൂടി കാര്യങ്ങളൊക്കെ ഓക്കെ ആയല്ലോ നീക്കുക. വീഴ്ച വീഴാനോ? അതെ. പിന്നീട് ആ മാർഗം അങ്ങോട്ട് ഉപദേശിച്ചു കൊടുക്കണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി അനാമിക. എന്നാ ഞാൻ അങ്ങനെ ചെയ്യാന്ന് പറയാണ്. പിന്നീട് അനാമിക പതുക്കെ ആരും കാണാതെ അടുക്കളയിലേക്ക് എല്ലുവാണ്. അടുക്കളയിലേക്ക് ചെന്നിട്ട് കുറച്ച് ഓയിലെടുത്തോണ്ട് നേരെ കയറി വരുവാണ്. അപ്പൊ സ്റ്റെപ്പ് കയറി അവള് കയറി വരുന്ന സമയത്ത് അവിടെ ഒഴിച്ചിടുവാണെങ്കിൽ അവൾ തെന്നി അടിച്ച് വീണോളും. ആ വീഴ്ചയോട് കൂടിയിട്ട് അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോയിക്കോളും. ആ ഒരു സന്തോഷമായിരുന്നു അനാമികയുടെ മനസ്സിൽ. അങ്ങനെ അനാമിക വന്നു. ആരെങ്കിലും വരുന്നുണ്ടോ നോക്കി, ആരും വരുന്നില്ല, സമാധാനം എന്ന് കരുതിയിട്ട് നേരെ
ആ എണ്ണ എടുത്തോണ്ട് പോവാണ്. എണ്ണ എടുത്തോണ്ട് പോയി ആ സ്റ്റെപ്പിന് മുകളത്തെ പടിയിട്ട് അവിടെ ഒഴിക്കുവാണ്. അവള് കയറി വരട്ടെ. അവള് കയറി വന്നുകഴിയുമ്പോൾ ഇവിടെ എടുത്തടിച്ച് കിടക്കണം. അതോടുകൂടി നടുപൊടിഞ്ഞ് കിടന്നാലും കുഴപ്പമില്ല. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും പോണം. അങ്ങനെ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ഒഴിക്കുന്നത്. അത്ര വലിയ ക്രൂരത അനാമിക കാണിക്കുന്നത് എങ്കിൽ അവളൊരു അമ്മയാൻ പോവാണ് നവ്യ. അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. എങ്ങനെ അവള് നശിച്ചു പോകണം, അവളെ ഈ വീട്ടിൽ നിന്ന് നാട്ടി ഇറക്കണം, തനിക്കിവിടെ ആധിപത്യം സ്ഥാപിക്കണം, അത് മാത്രമാണ് അനാമികയുടെ മനസ്സിലുണ്ടായിരുന്നേ. എന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അങ്ങോട്ട് കയറിപ്പോവാണ്. ആ സമയം നവ്യ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നവ്യ ഒരു പാട്ടൊക്കെ മൂളി അങ്ങോട്ട് കയറി വരികയാണ്. സ്റ്റെപ്പ് കയറി വരുവാണ്. അപ്പോഴാണ് എണ്ണ അവിടെ കിടക്കുന്നത്. പക്ഷെ നവ്യ ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് അങ്ങോട്ട് ചവിട്ടാനായിട്ട് അങ്ങോട്ട് തുടങ്ങുവാണ്. അപ്പൊ ഇനി ചവിട്ടുവോ ചവിട്ടില്ല എന്നൊക്കെ നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം. മിക്കവാറും ചക്കിന് വെച്ചത് കൊക്കിനേ ഉള്ളൂ. അത് നവ്യ അത് ചവിട്ടി വീഴാൻ വഴിയില്ല. കാരണം ആ സമയത്ത് നവ്യ ഒന്നെങ്കിൽ അയാളോട് മാറിപ്പോവും. നവ്യ കാണും എന്തെങ്കിലും ചെയ്യും. മിക്കവാറും അതിൽ വീഴാൻ പൊഴുന്നത് ഒന്നെങ്കിൽ ജാനകി ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന ജലജയോ, അല്ലെങ്കിൽ ഇത് വെച്ച അവള് തന്നെയായിരിക്കും അനാമിക. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.